ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക ഫ്രം ഡയറ്റ് ലാബ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കുസ്കുസ് എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റത്തെ കുറിച്ചിട്ടാണ്. കുസ്കുസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഫുഡാണ്. ഇതിനകത്ത് ലോട്ട്സ് ഓഫ് അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു പോകുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. കുസ്കുസ് കാണാനായിട്ട് ഗ്രെയിൻ പോലെ ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഗ്രെയിൻ അല്ല, ഇതൊരു പാസ്തയാണ്. ഇത് മെയിൻലി മെയ്ഡ് ഫ്രം ഡ്യൂറം വീറ്റ് സെമോളിന ഫ്ലോറിനിൽ നിന്നാണ്. കുസ്കുസ് എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കൻസിൻ്റെ ഒരു മെയിൻ ഫുഡ് ഐറ്റം പോലെയാണ്. നമ്മുടെ റൈസൊക്കെ പോലെ തന്നെ അവർ മെയിനായിട്ടും അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഐറ്റമായിരുന്നു കുസ്കുസ്. ഇത് മെയിൻലി അവർ ചെയ്യുന്നത് കൂടുതലും സ്റ്റീം ചെയ്ത് കൂടുതലും മീറ്റും വെജിറ്റബിൾസും അവരുടെ സ്പൈസസും ഒക്കെ ഇട്ടിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. സ്റ്റൂ ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സൂപ്പിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് കൂടുതലായിട്ടും അവർ കഴിക്കുന്നത്. സ്റ്റീം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ടൈപ്പ് പോട്ടാണ്. ആ പോട്ടിൽ വെച്ചിട്ടാണ് അവർ സ്റ്റീം ചെയ്തത് കഴിക്കുന്നത്. അവർ കൂടുതലും വളരെ സ്ലോ കുക്കിംഗ് പ്രോസസ്സിലൂടെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. മെയിൻലി അവർ മീറ്റും അതുപോലെ വെജിറ്റബിൾസും അവരുടെ സ്പൈസസും ഒക്കെ ഇട്ട് ഡിലീഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഫുഡ് ഐറ്റം ആ ഒരു പോട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്നത്. ഈ ഒരു പോട്ടിനെ ടാൻജൻ പോട്ട് എന്നാണ് പറയുന്നത്. ഇതിൽ അവർ കൂടുതലായിട്ടും വെജിറ്റബിൾസും അതുപോലെ മീറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സ്ലോ കുക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആവി പതുക്കെ ഇരുന്നിട്ട് അതിൽ നിന്ന് വെന്ത് അവർ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. കുസ്കുസ് എന്ന് പറയുന്നത് അറബിക് ഫുഡ് ഐറ്റത്തിലും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കൂടുതൽ അവർ ഫ്രൂട്ടിനകത്തും അതുപോലെ തന്നെ ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കാനുമായിട്ട് കൂടുതലായിട്ട് അറബ്സ് യൂസ് ചെയ്തിരുന്നു. ഏകദേശം ഈ ഒരു കുസ്കുസ് എന്ന് പറയുന്നത് നമ്മുടെ റവയുടെ ടെക്സ്റ്റാണ്. റവയേക്കായി കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിട്ടാണ് ഈ കുസ്കുസ് കാണുന്നത്. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് വളരെ ഈസിയാണ്. 1 കപ്പ് കുസ്കുസിന് 1 കപ്പ് ബോയിലിംഗ് വാട്ടറാണ് അളവ്. ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ 1 കപ്പ് കുസ്കുസ് എടുക്കുമ്പം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് ബോയിലിംഗ് വാട്ടറും ഒഴിച്ച് നമ്മൾ 10 to 15 മിനിറ്റ്സ് അടച്ചു വെക്കുക. അതിന് ആവശ്യമായിട്ടുള്ള സോൾട്ടും നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. നമ്മൾ 10 to 15 മിനിറ്റ്സ് അത് അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് അതൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്ക് അത് ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. പിന്നീട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലിട്ടിട്ട് ഉപ്മാവ് ഉണ്ടാക്കുന്ന രീതിയിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ വരുന്ന എപ്പിസോഡ്സിൽ കുസ്കുസിൻ്റെ കുറച്ച് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. കുസ്കുസിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റിച്ച് ഇൻ പ്രോട്ടീനാണ്. അതുപോലെ ഹൈ ഫൈബറാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ബി വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അയൺ റിച്ച് ആണ്. സെലിനിയം മെഗ്നീഷ്യം ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് കുസ്കുസ്. കുസ്കുസിനകത്ത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജീസ് ഉള്ളവരെല്ലാം തന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സ് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഹാർട്ട് ഡിസീസ് കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. മെയിൻലി ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കുസ്കുസ്. കോൺസ്റ്റിപ്പേഷനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പലർക്കും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ് കുസ്കുസ്. മെയിൻലി നമുക്ക് കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി ബ്രസ്റ്റ് ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും കുസ്കുസ് വളരെ നല്ലതാണ്. കുസ്കുസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതായത് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ല ഓപ്ഷനാണ് കുസ്കുസ് എന്ന് പറയുന്നത്. ക്യുനോവ കുസ്കുസൊക്കെ വളരെ നല്ലതാണ്. മെയിൻലി ലഞ്ച് ടൈമിൽ അവർ റൈസിന് പകരമായിട്ട് കുസ്കുസൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. കുസ്കുസിനകത്ത് ധാരാളമായിട്ട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചിക്കൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം, ഫിഷ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം. അങ്ങനെ നമുക്ക് പല വെറൈറ്റീസിൽ നമുക്ക് കുസ്കുസ് റെസിപ്പീസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചിക്ക് പീസ് കടലയൊക്കെ വേവിക്കുമ്പോൾ കുസ്കുസുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് കുസ്കുസ് എന്ന് പറയുന്നത്. ഇത് ഹൈ ഇൻ ഫൈബറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വയർ നിറഞ്ഞ ഫീലാണ് കിട്ടുന്നത്. അതുപോലെ പെട്ടെന്ന് വിശക്കുകയില്ല. ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കൂടുതലും ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുസ്കുസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ റിച്ചും കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ഐ ഹെൽത്തിനും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഡറേറ്റ് ലെവൽ ഓഫ് ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വീക്കിലി 2 or 3 ടൈംസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൂട്ടൻ അലർജീസ് ഉള്ളവരെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. മെയിൻലി വീറ്റൊക്കെ കഴിക്കുമ്പോൾ ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ പുട്ടൊക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് സ്കിന്നിൽ റാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ ഒരു കുസ്കുസ് ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. കോപ്പർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബ്രെയിൻ്റെ പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. BP നോർമലാക്കാനായിട്ട് വളരെ നല്ലതാണ്. അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. കാൽഷ്യം ഫോസ്ഫറസും റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോൺ പ്രൊട്ടക്ഷനും വളരെ നല്ലതാണ് കുസ്കുസ്.
കുസ്കുസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ സെലിനിയം സിങ്കും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കുസ്കുസ് നമുക്ക് വീക്കിലി 2-3 തവണ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറും അതുപോലെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.